പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അവിടുന്ന് ഒരിക്കൽ കൂടി ദാനമായി തന്ന ഈ ദിവസം അവിടെ നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ദാനമായി തന്ന നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ കൃപയാൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കുവാൻ നമുക്കൊരുങ്ങാം. 108 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നത് പോലെ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുമെന്ന്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും അറിയുന്ന നമ്മുടെ ദൈവകരങ്ങളിലേക്ക് നമ്മയെ, നമ്മുടെ കുടുംബത്തെയും പൂർണ്ണമായി വെച്ചു കൊടുത്തുകൊണ്ട് സ്വതന്ത്രമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് നന്ദി പറയാം. അവിടുന്ന് നമ്മെ അറിയുന്നുണ്ട്, അവിടുന്ന് നമ്മെ കാണുന്നുണ്ട്, അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു, അവിടുന്ന് നമ്മുടെ ചാരയുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രമായി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു. ദൈവമേ, ഞങ്ങളെ വഴി നടത്തുന്ന വഴികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആവശ്യത്തിന്റെ മേൽ അവിടുന്ന് കരം വെക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. നാളിന്ന് വരെ ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദാനമായി തന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, സകലത്തിന് പരിപാലിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആവശ്യത്തിന്റെ മേൽ അവിടുന്ന് കരുതുന്നതിനോർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായി വിട്ടുതരുന്നു. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം. പരിശുദ്ധനെ നന്ദി പറയുന്നു. യേശുവേ, സകല സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമപരിശുദ്ധനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, സ്തോത്രം. കർത്താവേ, നന്ദി. ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്മസിന്റെ ഒരുക്കത്തിലൂടെ കടന്നു പോകുന്ന നാളുകൾ. നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കാം. നമ്മുടെ രക്ഷകൻ, ലോകരക്ഷകന്റെ പിറവി തിരുനാളിനെ ഒരുക്കമായി ഞാൻ എൻ്റെ ഹൃദയത്തെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും ഏതു വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കാം. കർത്താവേ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ വിമോചകനായി അവിടുന്ന് ഭൂമിയിലേക്ക് അയച്ച ലോകരക്ഷകന്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ പോകുന്ന ഈ വേളയിലെ ദൈവമേ, ഞാൻ എന്ത് പുണ്യപ്രവൃത്തി, എന്ത് ത്യാഗമാണ്, എന്ത് പരിത്യാഗമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അങ്ങ് എന്നോട് കാണിച്ച ആനന്ദമായ സ്നേഹത്തോട് പ്രതിഫലമായി ഞാൻ ഈ വർഷം എന്ത് ചെയ്തു? പ്രിയ സഹോദരങ്ങളെ, ഒരാഴ്ച കൂടി മുന്നിലേക്ക് നീണ്ടു കിടക്കുകയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും ഒന്നുകൂടി ഒരുക്കാം. ഹല്ലേലൂയ. ഏശയ്യായുടെ പുസ്തകം 57:15 ഇപ്രകാരം പറയുന്നുണ്ട്: അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്, ഞാനാണ് ജീവശ്വാസം നൽകിയത് എന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ സഹോദരങ്ങളെ, ആ കരുണാമയനായ ദൈവം, ആനന്ദ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കുറവുകളും പോരായ്മകളും
ബലഹീനതകളും നമ്മുടെ എല്ലാ ദുശീലങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കും. അവിടുന്ന് നമ്മെ ഏറ്റെടുക്കും. അവിടുന്ന് നമ്മെ വീണ്ടും പണിയും. അതുകൊണ്ട് പൂർണ്ണമായി നമുക്ക് നമ്മെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓ ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അവസാനം വരെ ഞങ്ങളെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ ഞങ്ങൾക്ക് വേണ്ടി ബലികഴിച്ചു. ഞങ്ങൾ പാപികളായിരുന്നിട്ടും അവിടുന്ന് ഞങ്ങളെ മാനിച്ചുയർത്തി. ഓ കർത്താവേ, എനിക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് നിന്ദനമേറ്റത്. എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് മുഖത്തടിയേറ്റപ്പോഴും ഒന്നും ഉരിയാടാതെ നിന്നുകൊടുത്തത്. അപ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുകയായിരുന്നില്ലേ? അങ്ങ് എന്നെ ഓർത്തില്ലേ? കർത്താവേ, ഞാൻ പാപിയും ദോഷിയുമായിരുന്നപ്പോൾ ആയിരുന്നിട്ടും കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ. നീ എനിക്ക് വേണ്ടി അടികൾ ഏറ്റെടുത്തു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ രോഗത്തിന് വേണ്ടി, എൻ്റെ വിടുതലിന് വേണ്ടി അവിടുന്ന് ഓരോ അടികളും ഏറ്റെടുത്തല്ലോ. ദൈവമേ, ഞാൻ പകരം എന്തു നൽകും? ദൈവമേ, എൻ്റെ ജീവിതം അങ്ങേക്ക് ഞാൻ വെച്ചു തരുന്നു. മറ്റൊന്നുമില്ല കർത്താവേ എനിക്ക് നൽകുവാൻ. ഈ പാപിയായ എൻ്റെ കയ്യിൽ അങ്ങ് ദാനമായി തന്ന ഈ ജീവിതമല്ലാതെ വേറൊന്നുമില്ല കർത്താവേ. ഞാൻ പൂർണ്ണമായി അങ്ങിൽ ശരണം വെച്ചുകൊണ്ട്, എന്നെ പൂർണ്ണമായി അങ്ങേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്ത സ്നേഹത്തിന്റെ മേൽ കർത്താവെ ഞാൻ ശരണം വെച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്വസ്ത്ര പരിശുദ്ധനെ നന്ദി. ദൈവമേ സ്വസ്ത്ര പരിശുദ്ധനെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 16-ാം അധ്യായത്തിൽ നമുക്ക് ഹാഗാർ എന്ന ഒരു ഈജിപ്തുകാരി ദാസിയെ കാണാൻ സാധിക്കും. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ ദാസി. അതെ, ഹാഗാർ ഗർഭിണി ആയി എന്ന വിവരം സാറായി അറിഞ്ഞപ്പോൾ ക്രൂരമായി ഹാഗാറിനോട് പെരുമാറുകയും ഒരു ദിവസം ഹാഗാർ ഭവനം വിട്ടിറങ്ങുകയും ചെയ്തു. എങ്ങോട്ടൊന്നില്ലാതെ ഹാഗാർ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങി. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ ദൂതൻ ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു എന്ന്. ഹല്ലേലൂയ. അതെ, അവിടുന്ന് കർത്താവിന്റെ ദൂതൻ വീണ്ടും പറയുന്നു, നീ സാറായുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുക. പ്രിയ സഹോദരങ്ങളെ, നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം വിഭാവനം ചെയ്യുന്നുണ്ട്. നാം ഓരോ പദ്ധതികൾ മനസ്സിൽ കാണുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് കാണുന്നത് വ്യത്യസ്തമാണ്. ഹാഗാർ സാറായുടെ ക്രൂരത സഹിക്കവയ്യാതെ ഭവനം വിട്ടിറങ്ങിയപ്പോഴും കർത്താവിന്റെ ദൂതൻ ഹാഗാറിനോട് പറയുകയാണ്, നീ സാറായുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഏശായയുടെ പുസ്തകം 55-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ എന്ന്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവമായ കർത്താവ് പദ്ധതികൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നാം മനസ്സിൽ പോലും ചിന്തിക്കാത്ത വഴികളായിരിക്കാം. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് നമ്മുടെ നാശമല്ല ആഗ്രഹിക്കുന്നത്, അവിടുന്ന് നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മ മാത്രം കാണുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ദൈവം, അതുകൊണ്ടല്ലേ നമുക്ക് വേണ്ടി സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ആ രക്ഷകൻ ലോകരക്ഷകന്റെ പിറവി തിരുനാളിലേക്ക് നാം അടുത്തു നീങ്ങുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അവിടുത്തെ സ്നേഹം നമുക്ക് ഓർക്കാം.
സ്വന്തം പുത്രനെ മനുഷ്യപുത്രനാക്കി നമ്മുടെ ഇടയിലേക്ക് അയച്ചു. പാപികൾക്ക് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നമ്മുടെ അടുത്തേക്ക് അയച്ചു. അതേ പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ സ്നേഹം അനന്തമാണ്. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. നമ്മുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് അവിടുന്ന്, നമ്മുടെ ചിന്തകൾ അവിടുന്ന് അറിയുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടേതുപോലെ ആകില്ല ദൈവത്തിന്റെ ചിന്തകളും പ്രവൃത്തികളും വിചാരങ്ങളും. അതുകൊണ്ട് തളരാതെ ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കാം. അവിടുന്ന് നമ്മെ കാണുന്ന ദൈവമാണ്. ഹാഗാറിനെ കണ്ടതുപോലെ നമ്മെയും കാണുന്നുണ്ട്. ഹാഗാർ പറയുന്നുണ്ട്, എന്നെ കണ്ട ദൈവത്തെ എൽറോയ് എന്ന് ഞാൻ വിളിക്കും, കാരണം ആ ദൈവത്തെ ഞാനും കാണുമെന്ന്. അതെ, നമ്മുടെ കണ്ണുകളും ആ ദൈവത്തെ കാണുവാൻ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്താം. ഹാഗാർ ദൈവത്തെ കണ്ടു, എൽറോയ് എന്ന് വിളിച്ചു. എന്നാൽ നമുക്കും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഏകരക്ഷകനായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. അതെ, അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം ഇന്ന് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത്. അവിടുന്ന് നമ്മെ വിളിച്ചതുകൊണ്ടാണ്, അവിടുന്ന് നമ്മുടെ കരം പിടിച്ചതുകൊണ്ടാണ് നാം അവിടുത്തെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്നേഹത്തോട് ചേർന്ന് ഈ രടികൾ ഗായക സംഘത്തോട് ചേർന്ന് പാടാം. അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചുറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചുറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, വറ്റാത്ത ഉറവൈ തേനീലും മധുരമേ, വറ്റാത്ത ഉറവൈ തേനീലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചുറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മിൽ പകരപ്പെടുവാൻ, ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയുവാൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി നാം ഓരോരുത്തരും പണിയപ്പെടുവാൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം വന്ന് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ജീവാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് വന്ന് നിറയുവാൻ, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമുക്ക് ദാനമായി തന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മിൽ നിറയുവാനും അത് പകരപ്പെടുവാനും നമുക്ക് ദാഹത്തോടെ ആയിരിക്കാം.
നമ്മെ പുനരുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മെ പുതിയ സൃഷ്ടികളാക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മുടെ ബലഹീനതകളിലേക്ക്, നമ്മുടെ പോരായ്മകളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ്. തിരുവചനത്തിൽ പറയുന്നത് പോലെ അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, ആ ശക്തിയാൽ നാം വന്ന് നിറയുമ്പോൾ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിവുള്ള ആ ദൈവിക ശക്തി നമ്മെ നയിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശൂന്യവും രൂപരഹിതവുമായ ഭൂമി ദൈവാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞപ്പോൾ സകലതും ഉളവാക്കിയ ദൈവം ആ ജീവാത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് പകരപ്പെടുവാനും നമുക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുവാനും, നമ്മെ മാനുഷിക ബുദ്ധിയല്ല നയിക്കപ്പെടേണ്ടത്, ദൈവാത്മാവിൻ്റെ ചൈതന്യം നമ്മെ നയിക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദാഹിച്ച് പ്രാർത്ഥിക്കാം. അതെ, മോശയെ നയിച്ച ദൈവം, ഏലിയായെ നയിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, എലീശായെ നയിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, അതെ, സീനായി മലയിൽ ഇറങ്ങി വന്ന ദൈവീക ചൈതന്യം, ജെറുസലേം ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവീക മഹത്വം ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം. ആ ദൈവീക ചൈതന്യം നമ്മിൽ വന്ന് നിറയണം, നമ്മെ ബലപ്പെടുത്തണം, നമ്മെ ശക്തിപ്പെടുത്തണം. നമ്മുടെ നിരാശകളും ഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മിൽ നിന്ന് എടുത്തു മാറ്റണം. അതെ, നമ്മുടെ ഹൃദയത്തെ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ, അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവാത്മാവിൻ്റെ നിറവിനായി, നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുവാൻ ദാഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് നിറയണമേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരണമേ. ജീവന്റെ ആത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾ തളരാതെ അങ്ങയുടെ മുഖം നോക്കുവാൻ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളെ നയിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അങ്ങയിൽ വിശ്വസിച്ച് അങ്ങിൽ ശരണം വെച്ച് ഓ കർത്താവേ ഞങ്ങൾ ബലപ്പെടുവാൻ, കർത്താവേ നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ നയിക്കപ്പെടണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ ശിഷ്യന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി നീ മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, പിതാവിൽ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ആത്മീയ ശക്തി സ്വർഗം തുറന്നിറക്കി വിടണമേ കർത്താവേ. ഓ കർത്താവേ, മഴയായി ഞങ്ങളുടെ സമൂഹത്തിലേക്ക് അങ്ങയുടെ ജീവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, പരിശുദ്ധനെ നന്ദി. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധനെ, സ്വർഗം വിട്ടിറങ്ങി വരണമേ. ഞങ്ങൾ വിടുതലായി കർത്താവേ, ഞങ്ങളുടെ അഭിഷേകത്തിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ അയക്കണമേ. ഓ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങൾക്ക് ഉപദേശം പകർന്നു തരണമേ, സത്യത്തിന്റെ നേർവഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഓ സങ്കീർത്തനം 72:6 പറഞ്ഞതുപോലെ, വെട്ടുനിർത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയും ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങണമേ. ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, പുതുജീവൻ ഞങ്ങളിലേക്ക് പകരണമേ. പരിശുദ്ധാത്മാവേ, പാപബോധവും പശ്ചാത്താപവും നൽകി ഓ കർത്താവേ ഞങ്ങളെ നേർവഴിക്ക് നടത്തണമേ. ഓ കർത്താവേ, അങ്ങയുടെ സത്യവഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വഴിയും സത്യവും ജീവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുവാൻ, നിന്റെ മുഖം നോക്കി ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുവാൻ, അവിടുത്തെ സമാധാനവും കൃപകളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകല ആവശ്യങ്ങളുടെ മേലും പറയുന്ന കർത്താവേ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ
ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദി